നീ അങ്ങ് വെളുത്ത് ചുവന്ന് തുടുത്തല്ലോ എന്നൊക്കെ കേൾക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഈ ഒരു ഫേസ് പാക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാട്ടോ. അപ്പം ഞാനിത് ബീട്രൂട്ട് ഫേസ് പാക്കിൽ എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് ആണ് ആഡ് ചെയ്തിട്ടുള്ളതെന്ന് ഞാൻ പറഞ്ഞുതരാം. അതുപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഒരു തവണ ചെയ്ത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം മനസ്സിലാവും. സൺ ടാൻ പോവാനും പിഗ്മെൻറ്റേഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫേസ് പാക്ക് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യണത്. ഇപ്പോഴും കുറേ പേര് പുറത്തുനിന്നുള്ള ക്രീംസുകളൊന്നും യൂസ് ചെയ്യാൻ താല്പര്യമില്ലാതെ വീട്ടിൽ നാച്ചുറൽ റെമഡീസ് മാത്രം ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് അല്ലേ. അങ്ങനെയുള്ളവർക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ ഇതുപോലത്തുള്ള പാക്കുകൾ ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഫേസ് പാക്ക് പ്രിപ്പയർ ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഒരു ബീട്രൂട്ട് ഒന്നാകെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒന്നാകെ എടുക്കണമെന്നൊന്നുമില്ല, ഒരു ഹാഫ് പോർഷൻ എടുത്താലും മതി. എന്നിട്ട് ഞാൻ നന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ മിക്സിയിലിട്ടിട്ട് പേസ്റ്റ് രൂപത്തിലാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇതിൽ വെള്ളമൊന്നും ആഡ് ചെയ്യാതെ തന്നെ മിക്സിയിലിട്ടിട്ട് ഇതുപോലെ പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കണം. ഒരു തുള്ളി പോലും വെള്ളം ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഇപ്പോൾ ഇതൊക്കെ ചെയ്യാൻ മടിയുള്ള ആളുകൾക്ക് ഇപ്പോൾ പൗഡേഴ്സൊക്കെ അവൈലബിൾ ആണ്, ബീട്രൂട്ട് പൗഡറുകളൊക്കെ അവൈലബിൾ ആണ്. പക്ഷെ അതിനേക്കാളും നല്ലത് ഇതുപോലെ പേസ്റ്റ് ആക്കുന്നതാണ് കുറച്ചുകൂടി എഫക്റ്റീവ്. എന്നിട്ട് ഞാനിതാ രണ്ടാമത്തെ സ്റ്റെപ്പ് തൈരാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. നല്ല കട്ട തൈരാണ് ആഡ് ചെയ്ത് കൊടുക്കണേ. ഇനി യോഗേർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ യോഗേർട്ട് വളരെ ബെസ്റ്റ് ഓപ്ഷനാണ്. പക്ഷെ ഞാൻ എൻ്റെ കയ്യിൽ ഇപ്പോൾ യോഗേർട്ട് ഇല്ല, അതുകൊണ്ട് ഞാൻ തൈരാണ് ആഡ് ചെയ്ത് കാണിക്കുന്നത്. നമ്മുടെ വീട്ടിലൊക്കെ കുറച്ചുകൂടി അവൈലബിൾ ആവുന്നത് തൈര് തന്നെ ആയിരിക്കുമല്ലോ. അത് കഴിഞ്ഞ് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ തേർഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് തേനാണ് കേട്ടോ. തേൻ എന്ന് പറയുമ്പോൾ അത് ഇന്ന ബ്രാൻഡ് എന്നൊന്നും ഞാൻ പറയണില്ല, നിങ്ങൾക്ക് ഏതാണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് തന്നെ യൂസ് ചെയ്യാം. തേൻ ഞാൻ വല്ലാതെ ആഡ് ചെയ്യുന്നില്ല, 1 ടീസ്പൂൺ മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് നമുക്ക് ബീട്രൂട്ട് തന്നെ ആയിരിക്കണം എന്ന് എനിക്ക് നിർബന്ധമാണ്. അങ്ങനെ ആയാൽ മാത്രമേ എനിക്ക് എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ളൂ. അപ്പോൾ ഇതാ ഇങ്ങനെ നമുക്കൊരു പേസ്റ്റ് രൂപത്തിലായി കിട്ടിയിട്ടുണ്ട്. എൻ്റെ കയ്യിലുള്ള എമൗണ്ട് കുറച്ച് കൂടുതലാണ്, ഞാൻ ഫുൾ ബീട്രൂട്ട് എടുത്തതുകൊണ്ടാണ്. അത്രയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല ശരിക്കും. അപ്പോൾ ഇതാ ഇതുപോലെ ഒരു കൺസിസ്റ്റൻസിയിലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിത് അപ്ലൈ ചെയ്ത് തുടങ്ങാം കേട്ടോ. ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്ത് തുടങ്ങുകയാണ്. ഈ ബീട്രൂട്ടിൽ നാച്ചുറൽ ബ്ലീച്ചിങ് പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ലൈറ്റൻ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ലൈറ്റൻ ചെയ്യാന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം സ്കിൻ വൈറ്റനിങ് നന്നായിട്ട് ഇൻക്രീസ് ആവും. അപ്പോൾ അതിനുള്ള ഒരു നല്ലൊരു ഓപ്ഷനാണ് ഈ ഒരു പാക്ക്, ബീട്രൂട്ടിൻ്റെ പാക്കുകൾ ട്രൈ ചെയ്യുന്നത്. അതുപോലെ വൈറ്റമിൻ സിയും കൂടി ഉണ്ട്. അപ്പോൾ നമ്മുടെ സ്കിൻ ടോണ് നന്നാക്കാൻ വേണ്ടിയിട്ടും ഇത് ഒത്തിരി ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് തൈരാണല്ലോ. തൈര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലോയിങ് സ്കിന്നിന് ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് തൈര്. അപ്പോൾ വെറുതെ തൈര് അപ്ലൈ ചെയ്ത് കൊടുത്താൽ തന്നെ നമുക്കൊരു തിളക്കമൊക്കെ കിട്ടുന്നതായിട്ട് നമുക്ക് ചെയ്ത് നോക്കിയവർക്ക് അറിയുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ കൂടെ ബീട്രൂട്ടിൻ്റെ കൂടെ തൈരും കൂടി ആഡ് ചെയ്താൽ അതിൻ്റേതായിട്ടുള്ളൊരു ഗുണം വേറെ തന്നെയാണ്. പിന്നെ ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത് ഹണിയാണല്ലോ. അപ്പോൾ ഈ ഒരു തേൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിലുള്ള ബാക്ടീരിയാസിനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനും കൂടുതലാവാതെ ബാലൻസ് ചെയ്ത് നിർത്താനും വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നൊരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ ബാക്ടീരിയാസ് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിൽ ആക്നെ വരുന്നത് പ്രിവെൻറ്റ് ചെയ്യും. ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും തന്നെ അത്യാവശ്യം ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വാഷ് ചെയ്യണം. അപ്പോൾ ഞാൻ ഓരോരോ പോർഷനായിട്ട് വാഷ് ചെയ്യുമ്പോൾ തന്നെ ആ ചേഞ്ചസ് നിങ്ങൾക്ക് മനസ്സിലാവും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചുവന്ന് തുടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു റിസൾട്ടാട്ടോ നമുക്ക് പെട്ടെന്ന് കിട്ടുക. കാരണം ഓൾറെഡി ഒരു റെഡിഷ് എഫക്റ്റ് ആണല്ലോ ബീട്രൂട്ടിനുള്ളത്. അപ്പോൾ നമുക്ക് മുഖം കഴുകുമ്പോൾ നമുക്ക് ആ ഒരു ചേഞ്ച് മനസ്സിലാവും. പിന്നെ ഞാൻ ഇതുവരെ പറഞ്ഞു തന്ന പാക്കുകളിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാക്ക് ചെയ്യുമ്പോൾ നമുക്ക് വാഷ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് അങ്ങോട്ടൊരു ബ്രൈറ്റനിങ് എഫക്റ്റ് ഒന്നും തോന്നില്ല. കാരണം അതിനുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബീട്രൂട്ടിൻ്റെ ആ ഒരു റെഡിഷ് എഫക്റ്റ് ഉള്ളത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് വൈറ്റനിങ് ആയോ എന്നൊരു സംശയം തോന്നും. നന്നായിട്ട് ഫേസ് വാഷ് ചെയ്തതിന് ശേഷം ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോഴേക്കും നല്ല സെറ്റായിട്ടുണ്ടാവും കേട്ടോ. ഇത് നമ്മളൊരു ഹെൽത്തി സ്കിന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്നൊരു റിസൾട്ട് പ്രതീക്ഷിക്കരുത്. ഞാൻ ഇതിന് മുൻപ് പറഞ്ഞു തന്നിട്ടുള്ള കാപ്പിപ്പൊടിയുടെ ഫേസ് പാക്കൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമ്മുടെ സ്കിന്ന് ബ്രൈറ്റ്നെസ് ആക്കുന്ന ഒരു സംഭവമാണ്. പക്ഷേ അതുപോലത്തെ ഒരു റിസൾട്ട് ഇതിൽ പ്രതീക്ഷിക്കരുത്. ഇത് എന്തായാലും റിസൾട്ട് കിട്ടും, പക്ഷേ സ്ലോലി മാത്രമേ കിട്ടുള്ളൂ. നമ്മുടെ സ്കിന്നിൽ നല്ലൊരു ബ്ലഡ് സർക്കുലേഷൻ കൊടുക്കണം, അതുപോലെ നന്നായിട്ടൊന്ന് ചുവന്ന് തുടുക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു പാക്ക് ട്രൈ ചെയ്താൽ മതി. നന്നായിട്ടൊരു ഗ്ലോ കിട്ടാനും എന്തുകൊണ്ടും നല്ലതാണ്. പിന്നെ നമ്മൾ ബീട്രൂട്ട് പുറത്തേക്ക് എടുക്കുന്നത് പോലെ കഴിക്കുന്നതും നല്ലതാണ് കേട്ടോ. നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോയുമായിട്ട് കാണുന്നവരേക്കും ടാറ്റാ.